കൂട്ടുകാർക്ക് അടുത്ത ദിവസം മലയാളമാണ് പരീക്ഷ വരുന്നത് അല്ലേ? അപ്പോൾ അതാ ടീച്ചർ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാരും ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. കൂട്ടുകാർ നിങ്ങളുടെ ഓരോ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുടെ വീഡിയോസ് ടീച്ചർ വൈകാതെ തന്നെ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുന്നേയായിട്ട് നിർബന്ധമായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അവിയൽ. മലയാളികളുടെ ഇഷ്ടവിഭവമാണ് അവിയൽ. അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമാണിത്. അവിയൽ ഉണ്ടായതിനെ പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. അതിലെ ഒരു കഥയിതാ. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരിയമ്മൻ തമ്പി. ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു. പാചകശാലയിൽ ചെന്ന ഇരിയമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു. അതെല്ലാം കൂടി ഒരു വലിയ ചരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി. എന്നാൽ അത് വേറൊരു കറിയായി. ഊണിന് വിളമ്പി. നല്ല രുചിയും മണവുമുള്ള കറി എല്ലാവർക്കും വളരെ ഇഷ്ടമായി. പുതിയ വിഭവത്തിന് പിടിവലിയായി. കൂടുതൽ സ്വാദോടെ ഈ വിഭവം വീണ്ടും ഉണ്ടാക്കി. അതിന് അവിയൽ എന്ന് പേരിടുകയും ചെയ്തു. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈരൊഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിന് പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില തുടങ്ങിയ ചതച്ചിടുന്നു. വാങ്ങി വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. ചരുവം മുകളിലും അടിയിലും വിസ്താരമേറിയ വലിയ പാത്രം. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അവിടെ എന്താണ് തന്നത്? അവിയലിൻ്റെ കഥയാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം ആ ഒരു പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഏത് വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? ഏത് വിഭവമായിരുന്നു മക്കളെ? എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അത് അവിയലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരുന്ന പദം ഏതായിരുന്നു മക്കളെ? ഓർക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ തന്നിട്ടുള്ള കഥ ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക കേട്ടോ. അത്യന്തം എന്ന പദമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്കുകൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏതായിരുന്നു മക്കളെ? പിടിവലിയായി എന്നതാണ് അല്ലേ? ഓക്കെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓൾറെഡി വായിക്കാനായിട്ട് തന്ന ആ ഒരു കഥാഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത് എന്നെല്ലാം നമുക്ക് അവിടെ തന്നിട്ടുള്ള ആ ഒരു കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മക്കൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അവിടെ വായിച്ചിട്ടുള്ള കാര്യം ഇവിടോട്ട് എഴുതിയാൽ മാത്രം മതി അല്ലേ? ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താണ് മക്കളെ? അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ്, വെണ്ടയ്ക്ക തുടങ്ങിയവ അവിയലിൽ ഉൾപ്പെടുത്താത്തതിനാൽ, പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാൽ, തൈര് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതിനാൽ, വിവിധ ഇനം മസാലക്കൂട്ടുകൾ ചേർക്കാത്തതിനാൽ. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ വരുന്നത്? ബി ആണല്ലേ? അതായത് പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാലാണ് അവിയൽ സ്വാദിഷ്ടവും അതുപോലെ തന്നെ പോഷകപ്രദവുമായിട്ടുള്ള വിഭവമായിട്ട് കണക്കാക്കാനായിട്ടുള്ള കാരണം അല്ലേ? ഓക്കെ മക്കളെ, അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നാമത്തെ പ്രവർത്തനമായിട്ടുള്ളത് അല്ലേ? അടുത്ത നോക്കിക്കുക മക്കളെ. പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാമെന്നാണ്. അവിടെ നമുക്ക് കുറച്ച് പത്രവാർത്തകളുടെ തലക്കെട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭക്ഷ്യവിഷബാധ, കുട്ടികൾ ആശുപത്രിയിൽ. തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം. മാറാരോഗങ്ങൾ പെരുകുന്നു. 500 കിലോഗ്രാം ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു.
ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ. എല്ലാ കൂട്ടുകാർക്കും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മക്കളൊരു പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 3, ആത്മകഥ. എന്നെ തൂക്കി വിൽക്കല്ലേ. വളരെ നേരിയ ശബ്ദത്തോടെ തൂമ്പയുടെ കരച്ചിൽ ആരു കേൾക്കാൻ. എരിവ് പണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു. പാടങ്ങളും പറമ്പുകളും കിളച്ചു മറിച്ച സുവർണകാലം. പൊന്നുപോലെ പരിപാലിച്ചവർ. കല്ലിൽ തട്ടി വക്കു മടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും തൂമ്പ തൻ്റെ ജീവിതമോർത്തു. തൂമ്പയുടെ ആത്മകഥ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ആരുടെ ആത്മകഥയാണ് എഴുതേണ്ടത്? തൂമ്പയുടെ ആത്മകഥയാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് പിന്നെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു തൂമ്പയുടെ ആത്മകഥ തയ്യാറാക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്കൊരു മോഡൽ നോക്കാം അല്ലേ. ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ പുത്തൻ പുതിയ തൂമ്പയായിരുന്നു ഞാൻ. എന്നെ നാണുവേട്ടൻ വാങ്ങിയാണ് ഈ വീട്ടിലെത്തിച്ചത്. തെങ്ങിന് തടമെടുക്കാനും ചാലു കീറാനും വാഴക്കുഴി കുത്താനും എല്ലാത്തിനും എന്നെ വേണം. പണി കഴിഞ്ഞാൽ എന്നെ കഴുകി വൃത്തിയാക്കി വീടിന് പുറകിൽ കൊണ്ടുപോയി വയ്ക്കും. എല്ലാവർക്കും എന്നെ വേണം. ആ വീട്ടിൽ ഒരുപാട് ഉപയോഗമുള്ള ഒരു വസ്തുവായിരുന്നു ഞാൻ. ഇന്ന് കൃഷി കുറഞ്ഞു. എന്നെ ഇപ്പോൾ ആരും എടുക്കാറില്ല. എൻ്റെ ദേഹത്ത് തുരുമ്പ് കയറി തുടങ്ങി. എനിക്ക് പേടിയാകുന്നു. എന്നെ ഇനി തൂക്കി വിൽക്കുമോ എനിക്കറിയില്ല. അപ്പം ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു ആത്മകഥ എഴുതാവുന്നതാണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ മക്കൾക്ക് നല്ല സ്കോർ തന്നെ മേടിക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കല്ലേ കേട്ടോ മക്കളെ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മലയാളത്തിൽ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 4, വിളംബരം തയ്യാറാക്കാം. GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വിളംബരം തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് മക്കൾ എഴുതേണ്ടത്. നമുക്കൊരു മോഡൽ ചെയ്ത് നോക്കാം അല്ലേ. നോക്കൂ, ഡും ഡും ഡും. GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും 2023 ഡിസംബർ 25 9 മണിക്ക് കായികമേള നടത്തുന്നു. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഉദ്ഘാടനം ശ്രീ PR ശ്രീജേഷ്, മുൻ ഇന്ത്യൻ ഹോക്കി താരം. അവിടെ സ്ഥലവും കൊടുത്തിട്ടുണ്ട് അല്ലേ, സ്കൂൾ മൈതാനം, പിന്നെ വാർഷിക ആഘോഷ കമ്മിറ്റി. അപ്പം ഇതേ രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു വിളംബരം തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പ്രവർത്തനം 5, വരികൾ കൂട്ടിച്ചേർക്കാം. അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം. കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. അപ്പം നമുക്ക് അവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് അല്ലേ, അതിൽ 4 വരികൾ തന്നിട്ടുണ്ട്. മക്കളടുത്ത് പറഞ്ഞത് എന്താണ്, ആ ഒരു കവിതയിലോട്ട് കൂടുതൽ വരികൾ ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മക്കൾ എന്തുകൂടി ചെയ്യണം, നിങ്ങൾ ആ ഒരു കവിത എഴുതിയതിന് ശേഷം അതിന് യോജിച്ച രീതിയിൽ ഒരു തലക്കെട്ടും കൊടുക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമ്മുടെ കേരള നാടിനെ കുറിച്ചിട്ടുള്ളൊരു കവിതയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം മക്കൾക്ക് എൻ്റെ കേരളമെന്നോ അല്ലെങ്കിൽ കൊച്ചു കേരളമെന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഒരു പേര് അതിന് യോജിച്ച രീതിയിൽ കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് യോജിക്കുന്ന രീതിയിൽ കുറച്ച് വരികൾ കൂടി ചേർത്ത് കൊടുക്കണേ. നോക്കിക്കേ മക്കളെ, മലയും തോടും മലരണിക്കാടും പീലി വിടർത്തും തെങ്ങിൻ തോപ്പുകളും എന്തൊരു സുന്ദരമീ കൊച്ചു കേരളം. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് കേട്ടോ. അത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സാം പേപ്പർ ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് അകലെയുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ടീച്ചർക്ക് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലമൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, പറ്റുന്ന കൂട്ടുകാർ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്ലേസും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, പ്രവർത്തനം 6, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞു മീനിനെ കിട്ടിയത്. തോർത്തുമുണ്ട് കൊണ്ട് കോരിയെടുത്തതാണ്.
കൂടെ ഉണ്ടായിരുന്ന മീനുകളെല്ലാം ഞൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലേക്കിട്ടു. തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ചന്തമുള്ള മീൻ. അരിമണി തിന്നാൻ കൊടുത്തു. കുഞ്ഞുമീൻ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞുമീൻ ഒന്നും തിന്നില്ല. എപ്പോഴും ഒരേ നിൽപ്പ്. നീന്താറുമില്ല, മുങ്ങാങ്കുഴി ഇടാറുമില്ല. നിനക്ക് എന്തു പറ്റി? കിച്ചു ചോദിച്ചു. അതിന് ഒരു മറു ചോദ്യമാണ് കുഞ്ഞുമീൻ ചോദിച്ചത്. നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു അവൻ കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങാടിയിൽ പോയതും വണ്ടികൾ കണ്ടതും സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചതും മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതും എല്ലാം അവൻ പറഞ്ഞു. എൻ്റെ കാര്യമോ? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും? അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാവും? കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു. കിച്ചുവിനും അത് കേട്ട് സങ്കടമായി. അവൻ ചില്ലുഭരണിയും എടുത്ത് പുഴവക്കിലേക്ക് നടന്നു. അപ്പം നോക്കിക്കേ മക്കളെ, നമ്മൾ കഥ വായിച്ചു അല്ലേ? ഇനി മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്. ആ കഥയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു കഥാഭാഗത്ത് നോക്കിക്കേ, നമ്മുടെ കിച്ചു എന്തിനായിരിക്കും അവസാനം ആ ഒരു ചില്ലുഭരണിയും എടുത്ത് പുഴവക്കത്തേക്ക് പോയിട്ടുണ്ടായിരിക്കുക? നമ്മുടെ കുഞ്ഞു മീനിനെ തിരിച്ച് പുഴയിലോട്ട് തന്നെ വിടാനായിരിക്കും അല്ലേ? അപ്പം മക്കൾ എന്ത് ചെയ്യുക, അതൊരിക്കൽ കൂടി വായിച്ചു നോക്കിയിട്ട് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങളെയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.